ഇവിടെ എന്താ? ഇന്ന് ഓഡിറ്റോറിയത്തിൽ ഒരു റിഹേഴ്സൽ ഉണ്ട്. Oh, look, who is that? ഹലോ. വരുന്നില്ലേ? മീര പൊയ്ക്കോ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. Come closer. Yeah, they're good. How can they participate in this competition? Look, they have been disqualified. It's unfair. You can't question management's decision. Why are you feeling insecure seeing them? You fight and win. നിങ്ങൾ ഡീസന്റ് ആണെന്നാ വിചാരിച്ചേ. എന്തു പറ്റി? അതല്ലേ ഇപ്പൊ കണ്ടത്, പെണ്ണുങ്ങൾ വന്ന് കെട്ടിപ്പിടിക്കുന്നതും നിങ്ങൾ അവരെ ആശ്വസിപ്പിക്കുന്നതും. ഓ, അതാണോ പ്രശ്നം? ഹലോ, എനിക്കെന്താ പ്രശ്നമാ? നിങ്ങൾ ആരോട് വേണേലും സംസാരിക്കോ? ഓക്കേ, റിലാക്സ്. What's that? You're not a man. We can take her apart. I want your gun. Give me her number. Go fast. Thank you. Give me her number. That was nice, man. I want to take Don't worry, everything fine. ഇതൊരു ചെറിയ ഫ്രാക്ചറേ ഉള്ളൂ. 2 ദിവസത്തിനുള്ളിൽ ശരിയാവും. 2 ആഴ്ചത്തേക്ക് കാലധികം സ്ട്രെയിൻ കൊടുക്കാതെ നോക്കണം. ഓക്കെ ഡോക്ടർ. ടേക്ക് കെയർ. ഡിസ്ചാർജിന്റെ കാര്യം 2 days പറയാം. അറിയോക്കെ? Competition. What nonsense? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഇറ്റ് വാസ് ആക്സിഡന്റ്. Look, I want no explanations. എനിക്ക് ഫൈനലിസ്റ്റ് ഡാൻസേഴ്സിനെ മാറ്റാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കണമെങ്കിൽ മീര ഡാൻസ് ചെയ്തേ പറ്റൂ. ഇറ്റ്സ് അപ് ടു യു. എത്ര നാളെന്ന് വെച്ചാ എങ്ങനെ കഷ്ടപ്പെടുക? എന്ത് നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. ഇങ്ങനെ സംഭവിച്ചല്ലോ. വേണ്ട, അവരത്ര ശരിയാണ്. It's you. Yeah, it's me. What? വേണ്ട. What the hell is happening here? Are you dancers or fighters? Get the hell out of here now. അക്രമം കൊണ്ട് ഒന്നിനെയും ജയിക്കാൻ സാധിക്കില്ല വിശ്വം. നീ അവരെ അടിച്ചു തോൽപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. മത്സരത്തിൽ അവരെ തോൽപ്പിക്കുന്നതിലാണ് നിന്റെ വിജയം. 3 times a day. Yes, 2 times a day. 3. ഹായ് വിശ്വ. റൂമിലിരുന്ന് ബോറടിച്ചെന്ന് പറഞ്ഞു, അതുകൊണ്ടാ. പോകാം നമുക്ക്. ഇനിയും ഡിസ്ചാർജ് ചെയ്തിട്ടില്ല. എവിടേക്കാ? പ്രാക്ടീസ്.
നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ അമ്മയുടെ സ്ഥാനത്തേക്ക് വന്നോട്ടെ. നിങ്ങളുടെ പാരൻസിനൊന്ന് കാണാൻ പറ്റുമോ? അച്ഛന് മുംബൈയിൽ ബിസിനസ്സാണ്. വർഷത്തിൽ ഒരു തവണ എന്നെ കാണാൻ ഇവിടെ വരും. അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണം. ഇവിടേക്കൊന്ന് വരാൻ പറയൂ. ഞാൻ തിരക്കില്ല. നിന്റെ കല്യാണം നടക്കട്ടെ, പിന്നീട് വന്ന് കണ്ടോളാന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. മകന്റെ ജീവിതത്തെക്കാളും വലുതാണോ അതെല്ലാം? അല്ലെങ്കിൽ അത് ബിസി ആയിരിക്കും, അതാ. അദ്ദേഹം ബിസി ആയിക്കോട്ടെ, നമുക്ക് ഇന്ത്യയിലേക്ക് പോവാം. ഞാൻ പല പ്രാവശ്യം അച്ഛനോട് ചോദിച്ച അങ്കിൾ, ഞാൻ ഇന്ത്യയിലേക്ക് വരുന്നത് അച്ഛന് ഒട്ടും ഇഷ്ടമല്ല. അദ്ദേഹത്തോട് പറയണ്ടെന്നേ, നമുക്ക് നേരിട്ട് ചെല്ലാം, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. അതിന് അദ്ദേഹം പിണങ്ങാനൊന്നും പോകുന്നില്ല. ബായ്, 10 ദിവസത്തിനകത്ത് വരാം. എന്താടാ ബ്രോ ഡള്ളായിട്ടിരിക്കുന്നത്? അല്ല ബ്രോ, മീരെ നീ പ്രേമിക്കുന്ന കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിട്ടു തരുമായിരുന്നില്ലേ? അതല്ലാതെ വെറുതെ എന്നോട് കല്യാണമായി എന്നൊക്കെ നുണ പറഞ്ഞിട്ട്. ഏയ് ബ്രോ, നീ വെറുതെ. ഓക്കെ ബ്രോ, താലി കെട്ടേണ്ടിയിരുന്ന എന്നെ എയർപോർട്ടിൽ കൂട്ടിക്കൊണ്ട് വന്ന് ടാറ്റ കാണിക്കാൻ പറയുകയാണല്ലേ? എനിക്ക് ഫ്രണ്ട്ഷിപ്പാണ് വലുത്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓൾ ഇൻ ദ ഗെയിം. വിശ്വ, ടൈമായി, വരൂ പോവാം. മിസ്റ്റർ സുനിൽ, മൈ ഫാമിലി. ഹായ്. ഹായ്. ബോയ്സ്, ബൈ. Your immigration form, excuse me? ഓ സോറി. വിശ്വ, അങ്കിൾ, മുംബൈയിൽ നിങ്ങളുടെ അഡ്രസ്സ്? മുംബൈയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള സ്ഥലം അങ്കിൾ. ഫേമസ് എന്ന് പറഞ്ഞ ദാദർ, ജുഹു, ബാന്ദ്ര. ബാൻഡ്ര അതിനടുത്താ. ഹലോ, ചിറ്റപ്പ, ഞാൻ വിശ്വ സംസാരിക്കുന്നത്. മുംബൈയിൽ നമ്മുടെ വീട് എവിടെയാ? എന്താ? നാളെ രാവിലെ ഞാൻ ഇന്ത്യയിലേക്ക് വരും. എന്താ പറയുന്നേ? അച്ഛന് ഇതൊന്നും അറിയണ്ട, എയർപോർട്ടിലേക്ക് വണ്ടി അയക്കണം. വിശ്വ, ഇപ്പോഴത്തെ അവസ്ഥയിൽ Sir, please switch off your phone. The flight is taking off. Okay. Kindly get back to your seat. ഞാൻ പിന്നെ വിളിച്ചോളാം ചിറ്റപ്പ. വിശ്വ, Taxi, stop! Taxi, stop! Stop! Taxi! No. Taxi, stop! Taxi! सर टैक्सी कहाँ जाने सर? सर मेरी टैक्सी में चलो सर. വിശ്വ, നമുക്ക് പോകാം. നിങ്ങൾ ചിറ്റപ്പൻ അയച്ചതാ, വരൂ. ഞാൻ അച്ഛൻ ബിസിയാണെന്നാ വിചാരിച്ചത്. ചിറ്റപ്പൻ പോലും ബിസിയാണ്. സോറി അങ്കിൾ. ദാറ്റ്സ് ഓൾ റൈറ്റ്. എന്തായാലും വണ്ടി അയച്ചു, അത് AC ആകാമായിരുന്നു. Daddy, this is India. വീട് ഇവിടേക്ക് കൊണ്ടുവരാനാ പറഞ്ഞത്. വരൂ വിശ്വ. പോലീസ് നിന്നെ കണ്ടില്ലല്ലോ? ഇല്ല ചേട്ടാ. രാജു, ഡ്രൈവറുടെ കയ്യിൽ നിന്ന് തോക്ക് വാങ്ങിക്കി. എന്താ ഇവിടെ നടക്കുന്നേ? ഇവരൊക്കെ ആരാണ്? നിന്റെ മനസ്സിൽ 1000 ചോദ്യങ്ങളുണ്ടാവും. അതിനൊക്കെ നിന്റെ അച്ഛൻ മറുപടി പറയും. അച്ഛൻ എവിടെയുള്ള? ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്റെ അച്ഛനെ കാണുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. ചേട്ടൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. നീ വരുന്നുണ്ടെന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ടാവും. ചേട്ടൻ തന്നെ വിളിച്ചോളൂ. എന്താ വിശ്വ, എന്താ ഇതൊക്കെ? നിങ്ങളുടെ അച്ഛൻ വലിയ ബിസിനസ്മാനാണെന്ന് പറഞ്ഞിട്ട് ശരിക്കും അയാൾ ആരാ? എന്താ അയാളുടെ ബിസിനസ്? എന്തോ ബിസിനസ്സാണെന്ന് എന്നോട് പറഞ്ഞത്. സ്വന്തം അച്ഛൻ എന്ത് ബിസിനസ്സാണെന്ന് അറിയില്ലേ? ഒരു നല്ല ബിസിനസ്മാൻ ഇതുപോലെ പോലീസിനെ ഭയന്ന് ജീവിക്കൂ? അങ്കിൾ, നിന്റെ അച്ഛൻ എന്തോ വലിയ തെറ്റ് ചെയ്യുന്നുണ്ട്. Daddy, മീരെ, പ്രണയിക്കുന്ന ഒരിക്കലും തെറ്റല്ല. പക്ഷെ പ്രണയിക്കുന്ന ചെറുക്കൻ ഏതാ, അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ, എല്ലാം അറിഞ്ഞിരിക്കണം. മീര, എനിക്കൊന്നും അറിയില്ല. ഞാൻ നിങ്ങളെപ്പോലെ തന്നെയാ. ഇവിടെ വന്നതിന് ശേഷമാണ്. അച്ഛൻ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. വരൂ. നിന്നെ മാത്രം.